എല്ലാവർക്കും ദ ടെസ്റ്റിംഗ് ഇൻസ്റ്റിങ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് സെലീനത്തിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ആണ്. ആദ്യം അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. സെലീനിയം ഈസ് എൻ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ. ഇതൊരു ഫ്രീ സോഫ്റ്റ്വെയർ ആണ്. അടുത്ത പോയിന്റ്, സെലീനിയം സപ്പോർട്ട്സ് വേരിയസ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ടു റൈറ്റ് പ്രോഗ്രാംസ്. സപ്പോർട്ട്സ് ജാവ, പൈത്തൺ, സി ഷാർപ്പ്, റൂബി, ജാവാസ്ക്രിപ്റ്റ് ആൻഡ് കോട്ട്ലിൻ. സെലീനിയം യൂസ് ചെയ്ത് മൾട്ടിപ്പിൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിൽ നമുക്ക് ടെസ്റ്റ് സ്ക്രിപ്റ്റ്സ് എഴുതാൻ സാധിക്കും. ജാവ, പൈത്തൺ, സി ഷാർപ്പ്, റൂബി, ജാവാസ്ക്രിപ്റ്റ് ആൻഡ് കോട്ട്ലിൻ ലാംഗ്വേജസ് സെലീനിയം സപ്പോർട്ട് ചെയ്യുന്നു. അടുത്ത പോയിന്റ്, സെലീനിയം സപ്പോർട്ട്സ് വേരിയസ് ബ്രൗസേഴ്സ്. സപ്പോർട്ട്സ് ഹെഡ്ലെസ് ബ്രൗസർ ടെസ്റ്റിംഗ്. സെലീനിയം യൂസ് ചെയ്ത് നമുക്ക് മേജർ ആയിട്ടുള്ള എല്ലാ ബ്രൗസേഴ്സും ഓട്ടോമേറ്റ് ചെയ്യാൻ സാധിക്കും. അതിൽ ഫയർഫോക്സ്, ക്രോം, എഡ്ജ്, ഒപ്പേറ, സഫാരി ഇതെല്ലാം സപ്പോർട്ട് ചെയ്യും സെലീനിയം. അത് മാത്രമല്ല സെലീനിയം ഹെഡ്ലെസ് ബ്രൗസർ ടെസ്റ്റിംഗ് സപ്പോർട്ട് ചെയ്യും. ഹെഡ്ലെസ് എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് ടെസ്റ്റ് കേസസ് ബ്രൗസറിൻ്റെ ഹെഡ്ലെസ് മോഡിൽ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. അതായത് ബ്രൗസറിൻ്റെ UI ടെസ്റ്റ് എക്സിക്യൂഷൻ സമയത്ത് കാണില്ല, ബാക്ക്ഗ്രൗണ്ടിലായിരിക്കും ടെസ്റ്റ് എക്സിക്യൂഷൻ നടക്കുന്നത്. അടുത്ത പോയിന്റ്, സെലീനിയം സപ്പോർട്ട്സ് പാരലൽ ടെസ്റ്റ് എക്സിക്യൂഷൻ യൂസിങ് സെലീനിയം ഗ്രിഡ്. സെലീനിയം ഗ്രിഡ് യൂസ് ചെയ്ത് പാരലൽ ടെസ്റ്റ് എക്സിക്യൂഷൻ സെലീനിയത്തിൽ അച്ചീവ് ചെയ്യാൻ പറ്റും. അടുത്ത പോയിന്റ്, സെലീനിയം യൂസസ് ഫ്യൂവർ ഹാർഡ്വെയർ റിസോഴ്സസ്. സെലീനിയം ഒരു ലൈറ്റ് വെയ്റ്റ് ടൂളാണ്. അതുകൊണ്ട് തന്നെ സെലീനിയം ടെസ്റ്റ് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും ഹാർഡ്വെയർ ഒത്തിരി യൂസ് ചെയ്യില്ല. അതാണ് ആ പോയിന്റ് പറയുന്നത്. അടുത്ത പോയിന്റ്, സെലീനിയം ടെസ്റ്റ് കേസ് എക്സിക്യൂഷൻ ടൈം ഈസ് ഫാസ്റ്റ്. അതായത് സെലീനിയം വെച്ച് ടെസ്റ്റ് കേസ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള എക്സിക്യൂഷൻ ആയിരിക്കും മറ്റ് ടൂൾസിനെ കമ്പയർ ചെയ്യുമ്പോൾ. അടുത്ത പോയിന്റ്, ഗുഡ് കമ്മ്യൂണിറ്റി സപ്പോർട്ട്. സെലീനിയം ഒരു ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ആണെങ്കിലും സെലീനിയം റിലേറ്റഡ് ഡൗട്ട്സ് ആൻഡ് ക്വറീസ് ഈസി ആയിട്ട് നമുക്ക് അതിൻ്റെ സൊല്യൂഷൻ ഓൺലൈനിൽ സെർച്ച് ചെയ്യുമ്പോൾ കണ്ടുപിടിക്കാൻ സാധിക്കും. സ്റ്റാക്ക് ഓവർഫ്ലോയിൽ തന്നെ എല്ലാ ഡൗട്ട്സിനും ഉള്ള ക്വറീസിനുമുള്ള സൊല്യൂഷൻ അവൈലബിൾ ആയിരിക്കും. അടുത്ത പോയിന്റ്, ഇനി പറയുന്നത് ഡിസഡ്വാൻറ്റേജസ് ആണ്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സെലീനിയം ഡസ് നോട്ട് സപ്പോർട്ട് ഓട്ടോമേഷൻ ടെസ്റ്റിംഗ് ഫോർ ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷൻസ്. ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷൻസ് ഓട്ടോമേറ്റ് ചെയ്യാൻ സെലീനിയം സാധിക്കില്ല. ഉദാഹരണം നോട്ട്പാഡ്. അടുത്ത പോയിന്റ്, സെലീനിയം റിക്വയർസ് ഹൈ സ്കിൽ സെറ്റ്സ് ഇൻ ഓർഡർ ടു ഓട്ടോമേറ്റ് ടെസ്റ്റ് മോർ എഫക്റ്റീവ്ലി. സെലീനിയം ജസ്റ്റ് ബേസിക്സ് അറിയാവുന്നതുകൊണ്ട് സെലീനിയം ടെസ്റ്റ് നമുക്ക് എഫക്റ്റീവ് ആയിട്ട് ഡിസൈൻ ചെയ്യാൻ സാധിക്കില്ല. സെലീനിയത്തിൽ കൂടുതൽ എക്സ്പീരിയൻസ് കിട്ടും തോറുമാണ് നമ്മൾ ടെസ്റ്റ് എഫക്റ്റീവായിട്ട് എഴുതാൻ നമുക്ക് സാധിക്കുന്നത്. അതാണ് സെക്കൻഡ് പോയിന്റ് പറയുന്നത്. അടുത്ത പോയിന്റ്, സെലീനിയം ഈസ് ആൻ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ. യു ഹാവ് ടു റിലൈ ഓൺ കമ്മ്യൂണിറ്റി ഫോറംസ് ടു ഗെറ്റ് യുവർ ടെക്നിക്കൽ ഇഷ്യൂസ് റിസോൾവ്ഡ്. നോ ഡയറക്റ്റ് സപ്പോർട്ട്. അതായത് സെലീനിയം ഒരു ഫ്രീ സോഫ്റ്റ്വെയർ ആയതുകൊണ്ട് തന്നെ സെലീനിയം ടീം ഡയറക്റ്റ് സപ്പോർട്ട് എന്തെങ്കിലും ഇഷ്യൂസ്, ടെക്നിക്കൽ ഇഷ്യൂസ് ഒക്കെ വരുന്ന കേസിൽ പ്രൊവൈഡ് ചെയ്യാറില്ല. പക്ഷെ നമുക്ക് ഉറപ്പായിട്ടും കമ്മ്യൂണിറ്റി ഫോറംസ് ഡിപ്പെൻഡ് ചെയ്ത് അതിനൊക്കെ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ സാധിക്കും. അടുത്ത പോയിന്റ്, വി ക്യാൻ പെർഫോം ഓട്ടോമേഷൻ ടെസ്റ്റ് ഓൺ വെബ് സർവീസസ് ലൈക്ക് സോപ്പ് ഓർ റെസ്റ്റ് യൂസിങ് സെലീനിയം. API ടെസ്റ്റ് ഓട്ടോമേഷന് അത് സോപ്പ് ആയിക്കോട്ടെ, റെസ്റ്റ് വെബ് സർവീസ് ആയിക്കോട്ടെ, ഇതൊന്നും സെലീനിയം സപ്പോർട്ട് ചെയ്യുന്നില്ല. അതിനൊക്കെ വേറെ ടൂൾസ് യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. അടുത്ത പോയിന്റ്, വി ഷുഡ് നോ അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദ സപ്പോർട്ടഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ടു ക്രിയേറ്റ് ടെസ്റ്റ് സ്ക്രിപ്റ്റ്സ് ഇൻ സെലീനിയം വെബ് ഡ്രൈവർ. സെലീനിയം വെച്ച് ബ്രൗസേഴ്സ് ഒക്കെ ഓട്ടോമേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് മസ്റ്റായിട്ടും പഠിച്ചിരിക്കണം. അപ്പം പ്രോഗ്രാമിംഗ് പഠിക്കാതെ സെലീനിയത്തിൽ നമുക്ക് ഒരു നല്ല കരിയർ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കില്ല. അടുത്ത പോയിന്റ്, ഇറ്റ് ഡസ് നോട്ട് ഹാവ് ബിൽഡിംഗ് ഒബ്ജക്റ്റ് റിപ്പോസിറ്ററി ലൈക്ക് UFT, UTP to maintain objects or elements in centralized locations. However, we can overcome this limitation using page object model. അതായത് ബിൽഡിംഗ് ഒബ്ജക്റ്റ് റിപ്പോസിറ്ററി എന്നൊരു കൺസെപ്റ്റ് സെലീനിയത്തിനകത്തില്ല. UFTയിലും UTPയിലും അങ്ങനെ ഒരു കൺസെപ്റ്റ് ഉണ്ട്. പക്ഷെ നമുക്ക് ആ ഒരു പ്രശ്നം പേജ് ഒബ്ജക്റ്റ് മോഡൽ യൂസ് ചെയ്ത് ഓവർകം ചെയ്യാൻ പറ്റും സെലീനിയം. അടുത്ത പോയിന്റ്, സെലീനിയം ഡസ് നോട്ട് ഹാവ് ഇൻബിൽഡ് റിപ്പോർട്ടിംഗ് കേപ്പബിലിറ്റി. യു ഹാവ് ടു റിലൈ ഓൺ പ്ലഗിൻസ് ലൈക്ക് JUnit, TestNG, Extend and Allure for test reports. ഇത് പ്ലഗിൻസ് എന്നല്ല പറയാം, ഇത് JUnit, TestNG ഒക്കെ ഒരു ടെസ്റ്റിംഗ് ഫ്രെയിംവർക്ക് ആണ്. എക്സ്റ്റെൻഡും അല്യൂരും ഒക്കെ ടെസ്റ്റ് റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ലൈബ്രറീസ് ആണ്. അതായത് സെലീനിയത്തിന് ഇൻബിൽഡ് ആയിട്ട് റിപ്പോർട്ടിംഗ് കേപ്പബിലിറ്റി ഇല്ല. സെലീനിയത്തിന് വേറെ ലൈബ്രറീസിനെ ഡിപ്പെൻഡ് ചെയ്ത് മാത്രമേ ടെസ്റ്റ് എക്സിക്യൂഷൻ റിപ്പോർട്ട്സ് ജനറേറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അടുത്ത പോയിന്റ്, ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു പെർഫോം ടെസ്റ്റിംഗ് ഓൺ ഇമേജസ്. വി നീഡ് ടു ഇന്റഗ്രേറ്റ് സെലീനിയം വിത്ത് സിക്വലി ഫോർ ഇമേജ് ബേസ്ഡ് ടെസ്റ്റിംഗ്.
ഇമേജ് ബേസ്ഡ് ടെസ്റ്റിങ്ങിന് സെലീനിയം യൂസ് ചെയ്യാൻ സാധിക്കില്ല. അതിനുവേണ്ടി സെലീനിയം സിക്യൂരി പോലുള്ള തേർഡ് പാർട്ടി ലൈബ്രറീസുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്തതിന് മാത്രമേ ഇമേജ് ബേസ്ഡ് ടെസ്റ്റിംഗ് സാധിക്കുകയുള്ളൂ. അടുത്ത പോയിന്റ്, സെലീനിയം ഡസ് നോട്ട് പ്രൊവൈഡ് എനി ടെസ്റ്റ് ടൂൾ ഇൻ്റഗ്രേഷൻ ഫോർ ടെസ്റ്റ് മാനേജ്മെന്റ്. അതായത് ടെസ്റ്റ് കേസ് മാനേജ് ചെയ്യാനുള്ള സപ്പോർട്ടൊന്നും സെലീനിയം പ്രൊവൈഡ് ചെയ്യുന്നില്ല. ഇതൊക്കെയാണ് സെലീനിയത്തിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും. ഇതൊക്കെ ഒരു ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ് ആണ്. അപ്പോൾ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. എന്ത് സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നതിന് മുമ്പ് അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും പഠിച്ചിരിക്കണം. എങ്കിൽ മാത്രമേ നമ്മൾ എന്ത് പ്രശ്നമാണ് പരിഹരിക്കാൻ ശ്രമിക്കുന്നത് നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഉപയോഗപ്രദമായി ഞാൻ വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യുക. എങ്കിൽ മാത്രമേ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് കീപ് ലേണിംഗ്.